കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ കരസേന ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട സൈന്യത്തിന്റെ നടപടി സുപ്രീം കോടതി ശരിവച്ചിരുന്നു. സർവധർമ്മസ്ഥലിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചതിനാലാണ് ഉദ്യോഗസ്ഥൻ നടപടി നേരിട്ടത്. മതേതരത്വം പ്രോത്സാഹിപ്പിക്കുക ഈ ഉദ്ദേശത്തിൽ സൈന്യം നടത്തുന്ന സർവധർമ്മസ്ഥൽ എന്ന നാനാമതസ്ഥർക്കായുള്ള ആരാധനാലയത്തിലാണ് സൈനികൻ കയറാൻ വിസമ്മതിച്ചത് എന്നും ഇതിനാണ് നടപടി നേരിട്ടത് എന്നും ദേശീയ മാധ്യമങ്ങളിൽ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്കാണ് ഇതിലൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സനോജ് തെക്കേക്കര സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പ്, ആ കുറിപ്പ് വായിച്ചാൽ മനസ്സിലാകും. സർവധർമ്മസ്ഥലിൽ സൈനികന്റെ സ്വന്തം മതമായ ക്രിസ്ത്യാനികളുടെ കുരിശും ഹിന്ദു വിഗ്രഹവും മുസ്ലിങ്ങളുടെ മെഹ്റാബും ബുദ്ധരുടെ സ്തൂപവും ഒക്കെ ഉണ്ട്. മതപരമായ ആചാരങ്ങൾ നടത്താൻ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ചാൽ അത് വേണ്ട എന്നവിടെ പറയാം. എന്നാൽ നിങ്ങൾക്ക് അകത്ത് പ്രവേശിക്കാൻ പോലും എങ്ങനെ വിസമ്മതിക്കാനാകും എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. സൈന്യത്തിൽ അച്ചടക്കമേറെ ആവശ്യമാണ് എന്ന നിരീക്ഷണത്തിൽ തന്നെയാണ് കോടതിയുടെ ഈ വിധി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടത്തിയപ്പോൾ സുവർണക്ഷേത്രത്തിൽ കടക്കാൻ ഇന്ദിരാഗാന്ധി നാനാമതസ്ഥർ ഉൾപ്പെടുന്ന പട്ടാളത്തോട് ഓർഡർ നൽകി. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിച്ചാൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ പോലുള്ള ഒരു ഘട്ടം വന്നാൽ അത് തന്റെ വിശ്വാസത്തിന് എതിരാണ് എന്ന് വാദിച്ച് വിസമ്മതിക്കുന്ന അവസ്ഥ അതൊന്ന് ഓർത്തു നോക്കൂ. സ്വന്തം വിശ്വാസവും ഇഷ്ടവും പറഞ്ഞുള്ള കളിയൊന്നും സൈന്യത്തിൽ നടക്കില്ല. ഏത് കഠിനമായ സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ സൈനികരെ പ്രാപ്തരാക്കുകയാണ് ഈ പരിശീലനത്തിന്റെ ലക്ഷ്യം. അച്ചടക്കം കർശനമാണ് ആർമിയിൽ. ഈ കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ സർവധർമ്മസ്ഥലം എന്താണ് എന്ന് വിശദീകരിക്കാം. വൈവിധ്യവും ബഹുസ്വരവുമായ ഇന്ത്യൻ രാഷ്ട്രത്തിൽ നാനാത്വത്തിൽ ഏകത്വം എന്നത് ഒരു ദേശീയ മുദ്രാവാക്യം മാത്രമല്ല, ഇന്ത്യൻ സൈന്യം ഉൾപ്പെടെയുള്ള വിവിധ സ്ഥാപനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രധാന മൂല്യമാണ്. രാജ്യത്തുടനീളമുള്ള മിക്കവാറും എല്ലാ സൈനിക യൂണിറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത സർവധർമ്മസ്ഥൽ അല്ലെങ്കിൽ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആരാധനാലയമാണ്. മതപരമായ ഉൾപ്പെടുത്തലിനോടുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിബദ്ധതയെ ഈ സവിശേഷ വശം പ്രതിഫലിപ്പിക്കുന്നു. ഇത് വൈവിധ്യമാർന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഐക്യവും ആദരവും വളർത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിൽ സർവധർമ്മസ്ഥലം എന്ന ആശയം നിരവധി കാരണങ്ങളാൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സമഗ്രതയും വൈവിധ്യവും, വൈവിധ്യമാർന്ന സംസ്കാരങ്ങളുടെയും മതങ്ങളുടെയും ഭാഷകളുടെയും നാടാണ് ഇന്ത്യ എന്നതിൽ തർക്കമില്ല. രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇന്ത്യൻ സൈന്യം വിവിധ പ്രദേശങ്ങളിൽ നിന്നും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽ നിന്നുള്ള സൈനികർക്ക് പക്ഷപാതമോ വിവേചനമോ ഇല്ലാതെ ആരാധിക്കാനും അവരുടെ വിശ്വാസം പരിശീലിപ്പിക്കാനും ഒരു ഇടം കണ്ടെത്താൻ സാധിക്കുമെന്ന് സർവധർമ്മസ്ഥലത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. ഐക്യവും സഹോദര്യവും പ്രോത്സാഹിപ്പിക്കുന്നു. സൈനികർക്കിടയിൽ ശക്തമായ സഹോദര്യവും സൗഹൃദവും വളർത്തിയെടുക്കുന്നത് ഇന്ത്യൻ സൈന്യം അഭിമാനിക്കുന്നു. എല്ലാ മതങ്ങൾക്കും ഒരു പൊതു ആരാധനാലയം നൽകുന്നതിലൂടെ വ്യക്തിഗത വിശ്വാസങ്ങൾ പരിഗണിക്കാതെ സൈനികർക്കിടയിൽ ഐക്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും സന്ദേശം ശക്തിപ്പെടുത്തുന്നു. മതസ്വാതന്ത്ര്യത്തോടുള്ള ബഹുമാനം ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിൽ സർവധർമ്മസ്ഥലത്തിന്റെ നിലനിൽപ്പ് ഈ ഭരണഘടനാ തത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നു. സൈനികർക്ക് യാതൊരു നിയന്ത്രണങ്ങളോ സമ്മർദ്ദമോ ഇല്ലാതെ അവരവരുടെ മതങ്ങൾ ആചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വെല്ലുവിളി നിറഞ്ഞ സമയങ്ങളിൽ ആത്മീയ ആശ്വാസമാണിത്. സൈനിക ജീവിതം ആവശ്യപ്പെടുന്നതും സമ്മർദ്ദകരവുമായിരിക്കും. സൈനികർക്ക് ആത്മീയ ആശ്വാസം തേടാനും ആന്തരിക സമാധാനം കണ്ടെത്താനും അവരുടെ തൊഴിലിന്റെ വെല്ലുവിളികളെ നേരിടാൻ ശക്തി നേടാനും സാധിക്കുന്ന ഒരു സങ്കേതമാണ് സർവധർമ്മസ്ഥൽ. സാംസ്കാരിക വിനിമയവും ധാരണയും ഇവിടെയുണ്ട്. ഒരു പൊതു ആരാധനാ സ്ഥലം പങ്കെടുക്കുന്നത് സൈനികർക്ക് വിവിധ മതപരമായ ആചാരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും അനുഭവിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ സർവധർമ്മസ്ഥലിന്റെ രൂപകൽപ്പനയും വാസ്തുവിദ്യയും വളരെ ലളിതമാണ്. പ്രതീകാത്മകമായി വിവിധ മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ഇടമാണ്. അവിടെ ഹിന്ദു വിഗ്രഹമുണ്ട്, ക്രിസ്ത്യൻ കുരിശുണ്ട്, ഇസ്ലാമിക് മിഹ്റാബുണ്ട്, സിഖ് ചിഹ്നമുണ്ട്, ബുദ്ധസ്തൂപമുണ്ട്. എല്ലാ മത പാരമ്പര്യങ്ങളിൽ നിന്നുമുള്ള ഘടകങ്ങളുണ്ട്. വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള വ്യക്തികളെ സ്വാഗതം ചെയ്യുകയും അവരുടെ വിശ്വാസങ്ങളുമായി പ്രതിധ്വനിക്കുന്ന ഒരു ഇടം അവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് അവിടെ. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സൈനിക യൂണിറ്റുകളിലും ഒരു സർവധർമ്മസ്ഥലം ഉള്ളത് രാജ്യത്തിന്റെ മതേതരത്വം ഉൾക്കൊള്ളൽ, മതസഹിഷ്ണുത ഇതിനോടുള്ള പ്രതിബദ്ധതയുടെ തെളിവാണ്. ഒരു സ്ഥാപനത്തിന് അതിന്റെ ഉദ്യോഗസ്ഥരുടെ വൈവിധ്യത്തെ എങ്ങനെ ബഹുമാനിക്കാനും ആഘോഷിക്കാനും സാധിക്കും എന്നതിന്റെയും അതോടൊപ്പം അവർക്കിടയിൽ ശക്തമായ ഐക്യവും സഹോദര്യവും വളർത്തിയെടുക്കാം എന്നതിന്റെയും തിളക്കമാർന്ന ഒരു ഉദാഹരണമാണിത്. നാനാത്വത്തിൽ ഐക്യം എന്നത് വെറും ഒരു മുദ്രാവാക്യം മാത്രമല്ല, ജീവിത രീതിയുമാകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇവിടെ ഇന്ത്യൻ സൈന്യത്തിലെ സർവധർമ്മസ്ഥൽ മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. രാജ്യത്തെ സംരക്ഷിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ധീരരായ സൈനികർക്ക് ശക്തിയുടെ ഉറവിടവുമാണ്. അവിടെയാണ് കടക്കാൻ ഈ സൈനികൻ വിസമ്മതിച്ചത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എത്രത്തോളം രാജ്യസ്നേഹവും എത്രത്തോളം ഐക്യം കൂട്ടിച്ചേർത്ത് നിർത്തണമെന്നുള്ളതും എത്രത്തോളം അഖണ്ഡത നമ്മുടെ രാജ്യത്തിന് വേണമെന്നുള്ളതുമൊക്കെ ഈ സൈനികന്റെ മനസ്സിൽ എത്രമാത്രം ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ എതിർപ്പിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. എന്തായാലും കോടതിയുടെ ആ ഒരു വിധി അത് വളരെ കൃത്യമായ ഒരു വിധി തന്നെയാണ്. അവിടെ
കയ്യടിയാണ് ശരിക്കും ഇന്ത്യൻ നിയമ വ്യവസ്ഥയ്ക്ക്, ഇന്ത്യൻ സൈന്യത്തോടുള്ള ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ആ ഒരു ബഹുമാനത്തിന് ലഭിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.